ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഹൈസ്കൂളിലുള്ള സ്കൂളുകളിൽ ഇന്ന് 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇൻ്റഗ്രേഷൻ ഡേ 2 എക്സാം ആയിരുന്നു. എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നില്ലേ? കിഡ്സ് ഏരിയ ഓൺലൈനിൽ പഠിക്കുന്ന ട്യൂഷൻ കുട്ടികൾക്കോ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം വന്നില്ലേ? എല്ലാവരും എല്ലാം എഴുതിയല്ലോ? യൂട്യൂബിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ടീച്ചർ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങളും നല്ലതുപോലെ എക്സാം എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാരൻസിന് ക്വസ്റ്റ്യൻ പേപ്പർ കാണാനായിട്ട് ആഗ്രഹമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾക്കായിട്ട് ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് ഒരുങ്ങുന്നുണ്ട്. കിഡ്സ് ഏരിയ ഓൺലൈൻ ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കുട്ടികൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ മുതൽ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാത്ത കുട്ടികളെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത ഒത്തിരി കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കായിട്ട് അവരെ എളുപ്പത്തിൽ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട് കേട്ടോ. പാരൻസ് ദയവായി ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇതിൽ അഡ്മിഷൻ എടുപ്പിക്കുക. അവർ നല്ലതുപോലെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും പഠിക്കും. അതിനു പുറമെ മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. മാത്തമാറ്റിക്സിൽ ചില കുട്ടികൾ കുറച്ച് പുറകിലോട്ടാണ്. അവർക്കായിട്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും നൽകുന്നുണ്ട്. മറ്റൊരു സന്തോഷ വാർത്ത, 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ സബ്ജക്ട്സിൽ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ച് ഒരുക്കി 1ാം ക്ലാസ്സിലേക്ക് വിടുകയാണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ക്ലാസ് മുതൽ അവരുടെ പഠനം എളുപ്പ രീതിയിലാകും. അതിനായിട്ട് അവർക്ക് ബേസിക് ആയിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 3ാം ക്ലാസ്സിലെ കുട്ടികളും ഇപ്പോൾ ബാക്കിലാണ് അക്ഷരങ്ങൾ എഴുതുന്നതിലും. അതുപോലെ ബേസിക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. LKG, UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ക്രമീകരിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ അത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂൾ കാലയളവിൽ പഠിക്കുന്ന എല്ലാ ഗ്രാമറും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് എഴുതാനും സെൻറ്റൻസ് ക്രിയേറ്റിനും ഒക്കെ കുട്ടികൾക്ക് എളുപ്പമായിരിക്കും. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഇപ്പോൾ കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. PKG, LKG, UKG റെഗുലർ ക്ലാസ് നടക്കുന്നു. മെയ് മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. PKG, LKG, UKG റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. എല്ലാവർക്കും മറുപടി നൽകുന്നതാണ്. കുറച്ച് വൈകിയാലും എല്ലാവർക്കും മറുപടി നൽകുന്നതാണ്. ഓക്കെ, യെസ്റ്റർഡേ 1 കേരള സ്റ്റേറ്റ് സിലബസ് ആനുവൽ എക്സാം 2023-2024 ഇൻ്റഗ്രേഷൻ ഡേ 2 എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആനുവൽ ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. പുഞ്ചിരിയാണ് നമ്മുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രധാന കഥാപാത്രം. അപ്പോൾ ആദ്യത്തെ 5 പ്രവർത്തനങ്ങളിലും പുഞ്ചിരിയുടെ ഓരോ കാര്യങ്ങൾ പഠിച്ചു. പ്രവർത്തനം 6 എന്താണെന്ന് നോക്കാം. പുഞ്ചിരിക്കുട്ടിയുടെ ഡയറിയാണ്. ഡയറി എഴുതുകയാണ്. അപ്പോൾ ഞാൻ കടൽ തീരത്തെത്തി. പുഞ്ചിരി ഇപ്പോൾ എവിടെ എത്തി? കടൽ തീരത്തെത്തി. അപ്പോൾ പുഞ്ചിരി അന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അറിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. അതെല്ലാം ചേർത്തിട്ട് എന്ത് ചെയ്യണം? ഡയറി എഴുതണം. പുഞ്ചിരിക്കുട്ടി ഡയറി എഴുതുകയാണ്. ഡയറി എഴുതാൻ നിങ്ങൾക്കറിയാലോ. അന്ന് കണ്ട യാത്രാവിശേഷങ്ങളൊക്കെ ചേർത്തിട്ട് ഡയറി എഴുതുകയാണ് പുഞ്ചിരിക്കുട്ടി. എന്നിട്ടോ അതിനനുസരിച്ച് ഒരു ചിത്രവും വരയ്ക്കണം. അതാണ് പ്രവർത്തനം 6. പ്രവർത്തനം 7 എത്ര വണ്ടികൾ. ഇവിടെ നോക്കി, ഓട്ടോറിക്ഷ, ബോട്ട്, കപ്പൽ, തോണി, ഹെലികോപ്റ്റർ, വിമാനം, കാർ, സൈക്കിൾ. നമ്മുടെ പുഞ്ചിരി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ കണ്ട വണ്ടികളാണ് കേട്ടോ ഇതൊക്കെ. ഈ വാഹനങ്ങളെ തരംതിരിക്കണം. എങ്ങനെ ഈ വാഹനങ്ങളെ തരംതിരിക്കുക? ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ തരംതിരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നേ? എങ്ങനെയാണ്? തോണിയും കപ്പലും ബോട്ടും ഏതു വഴിയാണ് യാത്ര ചെയ്യുക? വെള്ളത്തിൽ. ഓട്ടോറിക്ഷയും കാറും സൈക്കിളും ഏതു വഴിയാണ് യാത്ര ചെയ്യുക? കരയിൽ. വിമാനവും ഹെലികോപ്റ്ററോ? ആകാശത്തിൽ. എഴുതിയായിരുന്നോ? ഓക്കെ, ഇനി ഇതിൽ വേറെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കൂ. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആരാ? ബസ്. കാരണം എന്താ? ബസ് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനമാണ്. ട്രാക്ടർ, റോഡ് റോളർ ഇതൊക്കെ മണ്ണുമാന്തി ഇതെല്ലാം എന്തിനുള്ളതാണ്?
ജോലി ചെയ്യേണ്ട വാഹനങ്ങളാണ്. ഓക്കെ, ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. മറ്റുള്ളതെല്ലാം ബസ് മാത്രമാണ് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ബസ്സാണ് ഈ കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, ശരിയായിട്ട് ചെയ്തില്ലേ? അടുത്ത പ്രവർത്തനം നോക്കാം. ആക്ടിവിറ്റി 8, പ്രവർത്തനം 8. സീൻസ് ഇൻ ദ മാർക്കറ്റ്. ലെറ്റ്സ് ആഡ് ആൻഡ് ഫൈൻഡ്. ഇത് കുക്കുംബറാണ്. ഇവിടെ 6 കുക്കുംബർ ഉണ്ട്. എത്ര കുക്കുംബർ ഉണ്ട്? 6. മാംഗോ, എത്ര മാംഗോസ് ഉണ്ട്? 11, 11. പംകിൻ, മത്തങ്ങ, എത്ര പംകിൻ ഉണ്ട്? 9, 9. ഇവിടെ നോക്കി, ഇവിടെയും മാംഗോ ഉണ്ട്, 8, 8. ഇവിടെ പംകിൻ ഉണ്ട്, മത്തങ്ങ ഉണ്ട്, 9. ഇവിടെയും കുക്കുംബർ ഉണ്ട്, 8, 8. ഇവിടെയും കുക്കുംബർ എത്രയുണ്ട്? 6. ഇവിടെ കുക്കുംബർ എത്രയുണ്ട്? 8. ഇവിടെ മാംഗോ എത്രയുണ്ട്? 11. ഇവിടെ മാംഗോ എത്രയുണ്ട്? 8. ഇവിടെ പംകിൻ എത്രയുണ്ട്? 9. ഇവിടെ എത്ര പംകിൻ ഉണ്ട്? 9 പംകിൻസ്. അപ്പോൾ എത്ര കുക്കുംബർ ഉണ്ടെന്ന് ആഡ് ചെയ്ത് എഴുതണം, എത്ര മാംഗോ ഉണ്ടെന്ന് ആഡ് ചെയ്ത് എഴുതണം. ഹൗ മെനി, എന്താ ക്വസ്റ്റ്യൻ? ഹൗ മെനി പംകിൻ 9 + 9 = എത്ര? മാംഗോ, മാംഗോ എങ്ങനെയായിരുന്നു? 11 + 8 = എത്ര? കുക്കുംബർ, കുക്കുംബർ എങ്ങനെയായിരുന്നു? 6 + 8 = എത്ര? ഹൗ മെനി എന്നാണ് എഴുതാനുള്ളത്. പുഞ്ചിരി ബോട്ട് 3 mangoes out of the total number of mangoes. എത്ര മാംഗോ ഉണ്ടോ അതിൽ 3 മാംഗോസ് ആര് മേടിച്ചു? പുഞ്ചിരി മേടിച്ചു. ഹൗ മെനി ആർ റിമൈനിങ്, ബാക്കി എത്രയുണ്ട്? മൈ മെത്തേഡ് ടു ഗെറ്റ് ദ ആൻസർ. ഈ ആൻസർ കണ്ടെത്താനായിട്ട് നിങ്ങൾ ഏത് മെത്തേഡാണ് ഉപയോഗിച്ചത് അത് എഴുതണം. ആ മെത്തേഡ് എഴുതണം, ഇവിടെ അതിൻ്റെ ആൻസറും എഴുതണം. അതായിരുന്നു അടുത്ത ചോദ്യം. ആക്ടിവിറ്റി 9 നോക്കാം. കളിപ്പാട്ടക്കടയിൽ പുഞ്ചിരി പോവുകയാണ്. എന്തിനാണെന്നറിയാവോ? ഇതിൽ പറഞ്ഞിട്ടില്ല. പുഞ്ചിരി പോകുന്നത്, പുഞ്ചിരി ഇത് കാണുന്നത് സ്വപ്നമാണ് കേട്ടോ. പുഞ്ചിരി ഒരു സ്വപ്നം കാണുകയാണ്. പുഞ്ചിരി ഇങ്ങനെ മാന്ത്രിക വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? പുഞ്ചിരിയാണെങ്കിൽ ഒരു കളിപ്പാട്ടക്കട കണ്ടപ്പോൾ പുഞ്ചിരി പറയുകയാണ്, എൻ്റെ അനിയന് പമ്പരം വേണം, കാർ വേണമെന്ന് പറയുകയാണ്. പുഞ്ചിരി അത് ക്ലാസ്സിൽ ടീച്ചർ പറയുന്നതാണ്. ക്ലാസ്സിൽ ടീച്ചർ വായിച്ചതാണ്. ടീച്ചർ ഇൻസ്ട്രക്ഷൻസിലുള്ളതാണ്, ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷനിലുള്ളതാണ്. പുഞ്ചിരി പറയുകയാണ്, എൻ്റെ അനിയന് കാർ വേണം, ഒരു പമ്പരവും വേണം. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ബാ നമുക്ക് മേടിക്കാനായിട്ട് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ പുഞ്ചിരി കളിപ്പാട്ടക്കടയിൽ എത്തുകയാണ്. കളിപ്പാട്ടക്കടയിൽ പോയി എന്താ ആവശ്യപ്പെടുന്നേ? അനിയന് വേണ്ടി ഒരു പമ്പരം വേണം, ഒരു കാർ വേണം എന്ന് കളിപ്പാട്ടക്കടയിൽ പോയി കച്ചവടക്കാരനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അത് നിങ്ങൾ സംഭാഷണ രൂപത്തിൽ എഴുതണം എന്നുള്ളതായിരുന്നു 9ാമത്തെ പ്രവർത്തനം. ടീച്ചർ ഈ പറഞ്ഞ കാര്യം പുഞ്ചിരി കടയിൽ പോയി കടക്കാരൻ ചോദിക്കുകയാണ് എന്താണ് വേണ്ടത്. അപ്പോൾ പുഞ്ചിരി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഒരു കാറും ഒരു പമ്പരവും. അപ്പോൾ കടക്കാരൻ അല്ലെങ്കിൽ കാറും പമ്പരവും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കടക്കാരൻ എത്ര എണ്ണം വീതം വേണം എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടാവും. എത്ര രൂപയായി എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സംഭാഷണം എഴുതാം. അതാണ് പ്രവർത്തനം 9. അങ്ങനെ 9 പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഇൻ്റഗ്രേഷൻ ഡേ 2 എക്സാമിൽ ഉണ്ടായിരുന്നത്. വളരെ ഈസി ആയിരുന്നു. മാത്സ് മാത്രം ചില കുട്ടികൾക്ക് കുറച്ച് ടഫായിട്ടുണ്ടാവാം. ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. എല്ലാവരും നല്ലതുപോലെ എക്സാം അറ്റൻഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. നിങ്ങൾക്കായിട്ട് ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് ഒരുങ്ങുന്നുണ്ട്. കിഡ്സ് ഏരിയ ഓൺലൈൻ ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കുട്ടികൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ മുതൽ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാത്ത കുട്ടികളെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത ഒത്തിരി കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കായിട്ട് അവരെ എളുപ്പത്തിൽ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട് കേട്ടോ. പാരൻസ് ദയവായി ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇതിൽ അഡ്മിഷൻ എടുപ്പിക്കുക. അവർ നല്ലതുപോലെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും പഠിക്കും. അതിനു പുറമെ മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് നൽകുന്നുണ്ട്. മാത്തമാറ്റിക്സിൽ ചില കുട്ടികൾ കുറച്ച് പുറകിലോട്ടാണ്. അവർക്കായിട്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും നൽകുന്നുണ്ട്. മറ്റൊരു സന്തോഷ വാർത്ത, 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ സബ്ജക്ട്സിൽ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ച് ഒരുക്കി 1ാം ക്ലാസ്സിലേക്ക് വിടുകയാണ്.
അപ്പോൾ അവരുടെ ഫസ്റ്റ് ക്ലാസ് മുതൽ അവരുടെ പഠനം എളുപ്പ രീതിയിലാകും. അതിനായിട്ട് അവർക്ക് ബേസിക് ആയിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 3ാം ക്ലാസ്സിലെ കുട്ടികളും ഇപ്പോൾ ബാക്കിലാണ് അക്ഷരങ്ങൾ എഴുതുന്നതിലും. അതുപോലെ ബേസിക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. LKG UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ക്രമീകരിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ അത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂൾ കാലയളവിൽ പഠിക്കുന്ന എല്ലാ ഗ്രാമറും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് എഴുതാനും സെൻറ്റൻസ് ക്രിയേറ്റിനും ഒക്കെ കുട്ടികൾക്ക് എളുപ്പമായിരിക്കും. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഇപ്പോൾ കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. PKG LKG UKG റെഗുലർ ക്ലാസ് നടക്കുന്നു. മെയ് മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. PKG LKG UKG റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. എല്ലാവർക്കും മറുപടി നൽകുന്നതാണ്. കുറച്ച് വൈകിയാലും എല്ലാവർക്കും മറുപടി നൽകുന്നതാണ്.